കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ മനസ്സ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടായി. അങ്ങനെ വളരെ നല്ലൊരു ഫീലോടെ തന്നെയാണ് രേഖാചിത്രം എന്ന സിനിമ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല. ഒറ്റ ഫ്ലോറാണ് സിനിമ പോണത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയ്ക്ക് എന്താണ് വേണ്ടത്? നമ്മൾ നന്നായിട്ട് പിടിച്ചിരുത്തണം, ഇമോഷണലി കണക്ട് ആവണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ കംപ്ലീറ്റ്ലി സേഫ് ആണ്. എക്സലന്റ് സ്ക്രീൻ പ്ലേ ആണ് ബൈ ജോൺ മന്ത്രകാൻ, രമു സുനിൽ. സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു വിട്ടുവീഴ്ച അവർ വരുത്തിയിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കണക്ട് ആവും. പിന്നെ നമ്മൾ ശരിക്കും അന്തം വിട്ട് പോണത് ഇതിന്റെ ഈ ഒരു സ്ക്രിപ്റ്റിൽ കൊടുത്തിരുന്ന റിസർച്ചിലാണ്. ഭയങ്കര ഡീറ്റെയിൽ റിസർച്ചിലൂടെ തന്നെയാണ് എക്സിക്യൂഷനിലൂടെ കടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ജോഫിൻ ടി ചാക്കോ ഡയറക്ടർ, ഡെബ്യൂ ദ പ്രീസ്റ്റ് ആയിരുന്നു. ആ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു മെച്യൂർഡ് വർക്ക് തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ബ്യൂട്ടിഫുൾ ഡയറക്ഷൻ. ബട്ട് ദ ഹീറോ ഓഫ് ദ മൂവി ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. പിന്നെ രണ്ട് കാലഘട്ടത്തിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. 1985 പിന്നെ പ്രസന്റിലും. 1985 എന്ന കാലഘട്ടം വളരെ നന്നായിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ടീമും റീക്രിയേറ്റ് ചെയ്തു. കൂടോസ് ദ എൻറ്റയർ ടീം. ആ ഒരു ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം കംപ്ലീറ്റ്ലി എവിഡന്റ് ആണ് ഓരോരോ ഫ്രെയിംസിലും. പിന്നെ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും. DOP ബൈ അപ്പു പ്രഭാകർ നല്ല വിഷ്വൽ സമ്മാനിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ബൈ ഷമീർ മുഹമ്മദ്. ഒരു രീതിയിലും ലാഗ് അടിപ്പിക്കാണ്ട് ബോർ അടിപ്പിക്കാണ്ട് നമ്മൾ നന്നായിട്ട് പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട് ഷമീർ മുഹമ്മദ്. മ്യൂസിക് ബൈ മുജീബ് മജീദ്. കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു മ്യൂസിക്കൽ, നല്ലൊരു എൻഗേജിങ് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് തന്നെ ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിലൂടെ കടക്കുവാണെങ്കിൽ ആസിഫ് അലി എന്ന ആക്ടർ 2023 വർഷം ആ ഒരു ആക്ടറിന്റെ ഒരു 2.0 വേർഷനാണ് നമ്മൾ കണ്ടത്. ഇവിടെയും ഈ ഒരു വർഷം നമുക്ക് അതിന്റെ ബാക്കി തന്നെ നമുക്ക് കാണാൻ സാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ജാനുവരി എന്ന വർഷം മുതൽ വിവേക് എന്ന ക്യാരക്ടറിന് ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓണസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അനശ്വര രാജൻ നന്നായിട്ട് തന്നെ രേഖ എന്ന ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, ഇന്ദ്രൻസ്, നന്ദു, മേഘ തോമസ് ഇവരൊക്കെ ഇവർ റെസ്പെക്ടഡ് റോൾസിൽ നല്ലൊരു മാർക്ക് ലീവ് ചെയ്തിട്ടുണ്ട്. സറീൻ ഷിഹാബ് ഒരു സർപ്രൈസിങ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. പിന്നെ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് സിനിമ തന്നെ കാണുക, അതും ഒരു സർപ്രൈസ് തന്നെയാണ്. ഭാമ അരുൺ എന്ന ആക്ട്രസിനെ വേസ്റ്റ് ആക്കി പോലെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ കുറച്ച് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു ചോദ്യത്തിന്റെ ഉത്തരവാണ് കാതോട് കാതോരം എന്ന സിനിമയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഹോൾ സിനിമ. ഫസ്റ്റ് ഹാഫ് ഒരു ബിൽഡപ്പ് ആണ് സെക്കൻഡ് ഹാഫിന്റെ റിവീലിങ്ങിന് വേണ്ടി. പിന്നെ നല്ലൊരു ക്ലൈമാക്സിലൂടെ ഈ സിനിമ അങ്ങനെ അവസാനിപ്പിച്ചു, വയർ നിറഞ്ഞു. സോ വെരി വെരി എൻഗേജിങ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ തന്നെയാണ് രേഖാചിത്രം, ആൻ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. തിയേറ്റർ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യും.